ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അധ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. ഓം കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. ഓം തജ്ജ്യോതിഃ. ഓം തേനേദം പ്രജ്വലിതം. ഓം തദിദം സദസദിതി. ഓം ഭൂയോ അസദഃ സദസദിതി. ഓം സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം പൂർവം സദിദമനുസൃത്യ ചക്ഷുരാദയശ്ചൈകം ചേതി. ഓം ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഓം ഏകൈകം രുദ്രത്വമാസീതിതി. ഓം ബ്രഹ്മൈവാഹം തദിദം ബ്രഹ്മൈവാഹമസ്മി. ഓം അദീദാഗാമിനോ രസത്വം യതഃ യദേതദന്വിച്ഛത. ഓം പരിമാണം തതഃ. ഓം സദസദോരന്യോന്യകാര്യകാരണത്വാത്. ഓം അഹം മമേതി വിജ്ഞാതോ മത്തോ നാന്യഃ. ഓം തദ്വത് തസ്മാത്. ഓം ദൃഗ്ദൃശ്യയോഃ സമാനകാലീനത്വാത്. ഓം സുഖൈകത്വാത്. ഓം വ്യാപകതയാ ദിശാമസ്തിത്വാത്. ഓം അണുമഹദവയവത്താരതമ്യസ്യാഭാവാത്. ഓം അസദോ അവ്യാപകത്വാത്. ഓം ആത്മാന്യത് കിഞ്ചിന്നാസ്തി. ഓം തസ്മാത് തസ്യ സത്വാച്ഛ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. തസ്മാത് തസ്യ സത്വാച്ഛ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അധ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. ഓം കിം തസ്യ ഗുരുപാദങ്ങളിൽ പ്രണാമം. ആത്മജിജ്ഞാസുക്കൾക്ക് ഏവർക്കും വന്ദനം. വേദാന്ത സൂത്ര
വിചാരം. ഇന്ന് നമുക്ക് സൂത്രം 18 കൂടുതൽ ആഴത്തിലേക്ക് പായിച്ചുകൊണ്ട്, കൂടുതൽ അർത്ഥതലങ്ങളിലേക്ക് കടന്നുകൊണ്ട്, കൂടുതൽ മുത്തും പവിഴവും ഒക്കെ ഇതിൽ നിന്ന് വാരിയെടുക്കണം. ഇത് ഒരു ശ്രവണം കൊണ്ടോ 2 ശ്രവണം കൊണ്ടോ ഒന്നും മതിയാവുന്നതല്ല. ആഴത്തിലുള്ള നിധിധ്യാസനം തന്നെ ഇതിന് ആവശ്യമുണ്ട്. ഒരു മഹാ അത്ഭുതമാണ് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. ആ അത്ഭുതത്തെ കണ്ട് പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥ. പക്ഷേ നമുക്കത് ആ സാഗരത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന നടത്തിയ ഇരുവർക്കും നമസ്കാരം അർപ്പിച്ചുകൊണ്ട് സൂത്രം 18, വേദാന്ത സൂത്രം 18. ഞാൻ വീണ്ടും പറയുന്നു, ഓരോ സൂത്രവും നമ്മൾ കടന്നു പോകുമ്പോഴും എല്ലാ ദിവസവും അത് ഉപാസന ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ജപം, പഠനം, പാഠനം അതിൽ നിന്നൊന്നും പുറകോട്ട് പോകരുത്. വേദാന്ത സൂത്രം 18, നമ്മൾ 17ാമത്തെ സൂത്രം തദ്വത് തസ്മാത് എന്നുള്ളതായിരുന്നു. അതിൽ നിന്നുണ്ടായതെല്ലാം, ആ പരമാത്മ സത്യത്തിൽ നിന്നുണ്ടായതെല്ലാം ആ പരമാത്മ സത്യം അല്ലാതെ മറ്റൊന്നുമല്ല, ബ്രഹ്മമല്ലാതെ മറ്റൊരു ദ്വിതീയമായൊരു വസ്തു ഇവിടെ ഇല്ല എന്നാണ് നമ്മൾ ഗുരു പറഞ്ഞു വെച്ചത്. അടുത്തത് ദൃക് ദൃശ്യയോഹോ സമാനകാലീനത്വാത്. ബ്രഹ്മമല്ലാതെ ഒരു വസ്തുവും ഇവിടെ ഇല്ല, അതിൽ നിന്നുണ്ടായതെല്ലാം അത് തന്നെയാണ്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയാണ്, ദൃക്കിനും ദൃശ്യത്തിനും സമാനകാലീനത്വമുണ്ട്. ഒരുമിച്ചിരിക്കുക, ഒരേ കാലത്തിൽ ഉണ്ടാകുക എന്ന കാരണത്താൽ, ദൃഗ്ദൃശ്യ അനുഭവം ഒരേ കാലത്തിൽ ഉണ്ടാകുന്നതിനാൽ ദൃക്ക് ദൃശ്യയോഹോ, അത് 2 പദങ്ങളാണ്. ദൃക്ക് അത് പിരിച്ചെഴുതാനുള്ളതല്ല, അതൊന്ന് വിഗ്രഹിക്കാനുള്ളതാണ്. വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം കിട്ടുന്ന രീതിയിൽ അത് ഒന്ന് വിഭജിച്ച് പറയുക, വിഘടിപ്പിച്ച് പറയുക. ദൃക്ക് ച ദൃശ്യം ച ദൃക് ദൃശ്യോ എന്ന് വരും. എഴുതണമെന്നില്ല, വെറുതെ മനസ്സിലാക്കിയാൽ മതി. ദൃക് ച ദൃശ്യം ച എന്നുള്ള വാക്കിന് ആൻഡ് എന്നാണ് അർത്ഥം. ദൃക് ച ദൃശ്യം ച ദൃക് ദൃശ്യൗ മാതാച്ച പിതാച്ച മാതാപിതരൗ എന്ന് പറഞ്ഞ പോലെ ദൃക് ച ദൃശ്യം ച ദൃക് ദൃശ്യൗ. പിന്നെ അതിൻ്റെ കൂടെ തസ്യ തയോഹോ എന്നുള്ള ഒരു വാക്ക് ചേരുമ്പോഴാണ് തയോഹോ അവരുടെ, അവകളുടെ എന്ന് ചേരുമ്പോഴാണ് ദൃക് ദൃശ്യയോഹോ എന്ന ഒറ്റ പദം വരുന്നത്. അപ്പോൾ ദൃക് ച ദൃശ്യം ച സംസ്കൃത പദമാണെന്ന് അറിയാലോ. തയോഹോ ദൃക് ച ദൃശ്യം ച ചേർത്ത് പറയുമ്പോൾ ദൃക് ദൃശ്യോ എന്നാകും. അതിൻ്റെ കൂടെ തയോഹോ എന്നും കൂടി ഷഷ്ടി വിഭക്തിയിലെ ദിവചനം കൂടി ചേർക്കുമ്പോൾ ദൃക് ദൃശ്യയോഹോ എന്നായി. അപ്പോൾ ദൃക്കിനും ദൃശ്യത്തിനും എന്നുള്ള അർത്ഥം. മാതാപിതരോ എന്ന് പറയുമ്പോൾ മാതാവിനും പിതാവിനും എന്ന് പറയുന്ന പോലെ ദൃക് ദൃശ്യയോഹോ. നമ്മൾ ദൃക്കൊക്കെ ഇഷ്ടംപോലെ പഠിച്ചു, കാണുന്നവനും കാഴ്ചയ്ക്കും. ദൃക്കിനും ദൃശ്യത്തിനും, കാണുന്നവനും കാഴ്ചയും എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദൃക്കൊക്കെ ഇനിയും പഠിക്കാതെ പോകരുത്. എവിടെ ദൃക്കെന്ന് കേട്ടാലും ഇനി അർത്ഥമൊക്കെ നമ്മൾ നിരവധി പ്രാവശ്യം അത് വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൃക്കിനും ദൃശ്യത്തിനും വളരെ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക, തെറ്റുകൂടാതെ കേട്ടോ. നമ്മൾ മറന്നു പോകും അല്ലെങ്കിൽ. ദൃക്കിനും ദൃശ്യത്തിനും, ആ വിഗ്രഹം മനസ്സിലായെന്ന് തോന്നുന്നു. ദൃക്ക് ച ദൃശ്യം ച ദൃക് ദൃശ്യൗ. അതിൻ്റെ കൂടെ തയോഹോ എന്ന് ചേരുമ്പോൾ ദൃക് ദൃശ്യയോഹോ അവകളുടെ, ദൃക് ദൃശ്യങ്ങളുടെ, ദൃക് ദൃശ്യത്തിന് എന്നുള്ള അർത്ഥം കൊടുക്കാം. അപ്പോൾ സമാനകാലീനത്വാത്, മലയാളത്തിൽ ഒരു സംസ്കൃത പദമാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അത്. സമാനകാലീനത്വാത് ഒരേ കാലത്തിൽ ഉളവാകുന്നത് കൊണ്ട്, കാണുന്നവനും കാഴ്ചയും ഒരേ കാലത്ത് നടക്കുന്നത് കൊണ്ട്. സമാനകാലീനത്വാത് സമാനകാല അനുഭവം ഉള്ളതിനാൽ, സമാനകാല അനുഭവം ഉള്ളതിനാൽ എന്നർത്ഥം. അപ്പോൾ ദൃക്കിനും
ദൃശ്യത്തിനും സമാനകാലീനത്വമുണ്ട്. ഒരേ കാലത്തിൽ ഉളവാകുന്നത് കൊണ്ട്, ഒരേ കാലത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സമാനകാല അനുഭവം ഉള്ളതിനാൽ. അത് എളുപ്പമാണ് അല്ലേ? നമുക്ക് പറയാനൊക്കെ എളുപ്പമുള്ള പദങ്ങളാണ് ദൃക്ക്. പക്ഷെ അതിന് വലിയ ആശയമാണ് ഗുരു ഉള്ളടക്കി വെച്ചേക്കുന്നത് കേട്ടോ. അതിൻ്റെ പൊരുൾ കുറച്ചെങ്കിലും വാക്കുകളിൽ നിങ്ങൾ അതിൻ്റെ പൊരുൾ മനസ്സിലാക്കണേ. ഏതെങ്കിലുമൊക്കെ വാക്കുകൾ നമുക്ക് മനസ്സിലാകുന്ന വാക്കുകൾ നിങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കുക. അതിൽ നിന്ന് ബാക്കി തെളിഞ്ഞോളും. കാണുന്നവൻ്റെ കൂടെ തന്നെയാണ് കാഴ്ചയിരിക്കുന്നത്. കാഴ്ച കാണുന്നവനിൽ നിന്ന് വേറിട്ടല്ല എന്ന് ഗുരു പറയണത്. നമ്മൾ ഞാൻ വേറെ, ഞാൻ കാണുന്ന കാഴ്ച വേറെ എന്ന് കരുതിയാണ് ജീവിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ ഒരു ഏകതയുണ്ടെന്ന് ഗുരു പറയുക. ദൃശ്യയോഹോ സമാനകാലീനത്വാത്. അതിൻ്റെ സൂത്രാർത്ഥം എഴുതിയെടുത്തോ. ഓരോ പദം നമ്മൾ എഴുതിയല്ലോ. ദൃശ്യയോഹോ എന്ന് പറഞ്ഞാൽ ദൃക്കിനും ദൃശ്യത്തിനും എന്ന് വെച്ചാൽ ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ കാണുന്നവനും കാഴ്ചയും. ദൃക്കിനും ദൃശ്യത്തിനും, കാണുന്നവനും കാഴ്ചയും അല്ലെങ്കിൽ കാഴ്ചയ്ക്കും. ഞാൻ വൃക്ഷത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ദൃക്കും വൃക്ഷം ദൃശ്യവുമാണ്, കാഴ്ചയുമാണ്. കാണുന്നവനും കാഴ്ചയ്ക്കും സമാനകാലീനത്വാത്, സമാനകാല അനുഭവമുള്ളതിനാൽ എന്നാണ് ആ രണ്ട് വാക്കുകളുടെയും അർത്ഥം. ഇനി അതിൻ്റെ സൂത്രാർത്ഥം എന്ന് കൊടുത്തിട്ട് എഴുതിയെടുക്കുക. ദൃക്ക് ദൃശ്യാനുഭവം ഒരേ കാലത്തിൽ ഉണ്ടാകുന്നതിനാൽ എന്നാണ് സൂത്രാർത്ഥം. സൂത്രാർത്ഥം വളരെ വൃത്തിയായിട്ട് പഠിക്കണം. നമുക്ക് തോന്നണ പോലെ അതിന് വ്യാഖ്യാനം ചെയ്യാനോ ആ വാക്കിൻ്റെ വിഭക്തി അനുസരിച്ചുള്ള അർത്ഥമാണ് പറയണത്. നമ്മൾ തോന്നണ പോലെ അതിന് അർത്ഥം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കരുത്. ആ വാക്കിൻ്റെ വിഭക്തിയെ ചേർന്നുകൊണ്ടുള്ള അർത്ഥം മാത്രമേ പറയാൻ പാടുള്ളൂ. വളരെ ശ്രദ്ധിച്ചാണ് പറയുന്നത്. ദൃഗ്ദൃശ്യ അനുഭവം ഒരേ കാലത്തിൽ ഉണ്ടാകുന്നതിനാൽ. അശ്രദ്ധമായി വാക്കുകൾ പറയരുത് കേട്ടോ. വേദാന്ത സൂത്രം നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ദൃഗ്ദൃശ്യ അനുഭവം ഒരേ കാലത്തിൽ ഉണ്ടാകുന്നതിനാൽ. അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്നും കൂടി പറയാം. ദൃക്കിനും ദൃശ്യത്തിനും സമാനകാലീനത്വം ഉള്ളതുകൊണ്ട്, ഒരേ കാലത്തിൽ ഉളവാകുന്നത് കൊണ്ട്. ദൃക്കും ദൃശ്യവും ഒരേ കാലത്തിൽ ഉളവാകുന്നത് കൊണ്ട് എന്നും കൂടി നമുക്ക് അർത്ഥം കൊടുക്കാം. ദൃക്കിനും ദൃശ്യത്തിനും കാലീനത്വം ഉള്ളതുകൊണ്ട് എന്നാണ്. ഇനി നമുക്കതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകാം. ഈ പദങ്ങളൊക്കെ നമുക്ക് പരിചിതമായ പദങ്ങളും പലവട്ടം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതും വിചാരം ചെയ്തിട്ടുള്ളതും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ 16-ാമത്തെ സൂത്രത്തിൽ പറഞ്ഞത് ഞാനും എൻ്റേതുകളും എന്നിൽ നിന്ന് അന്യമല്ല എന്ന് പറഞ്ഞു. ഞാനും എൻ്റേതുകളായി എന്തെല്ലാം ഉണ്ടോ അതാ എന്നിൽ നിന്നും ഒരിക്കലും ആ എൻ്റേതുകളെന്ന് പറയണത് ഭിന്നമല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പരമസത്യത്തിൽ നിന്നും ഉണ്ടായതെല്ലാം അത് തന്നെയാണ്, മറ്റൊന്നല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുകയാണ് എല്ലാം ചേർത്ത് ഗുരു പറഞ്ഞു പോണത്. ദൃശ്യയോഹോ സമാനകാലീനത്വം. കാണുന്നവനും അവൻ്റെ കാഴ്ചയും ഒരേ കാലത്തിൽ ഉളവാകുന്നവയാണ് എന്ന് പറയാണ്. അപ്പോൾ 16-ാം സൂത്രം ഒന്നും കൂടി ഓർത്തോളണം. ഞാൻ അഹം മമേതി വിജ്ഞാതഃ മത്തോ നാന്യഃ എന്നാണ്. അഹം മമ ഇതി വിജ്ഞാതഃ, ഞാൻ എൻ്റേത് എന്ന് അറിയപ്പെടുന്നതെല്ലാം മത്തഃ അല്ലെ എന്നിൽ നിന്ന് അന്യമല്ല എന്ന് പറഞ്ഞു. അടുത്തത് പറഞ്ഞു തദ്വത് തസ്മാത്. 17-ാം സൂത്രം പറഞ്ഞു തദ്വത് തസ്മാത്, പരമാർത്ഥ സത്യത്തിൽ നിന്നും ഉണ്ടായതെല്ലാം അതിൽ നിന്നും ഭിന്നമല്ല എന്ന് പറഞ്ഞു. ഇനി ശേഷം 18-ാം സൂത്രത്തിൽ പറയുന്നു അതിൽ നിന്നുണ്ടായതെല്ലാം അതിൽ നിന്ന് ഭിന്നമല്ല എന്ന കാരണത്താൽ. 18-ാം സൂത്രം പറയാണ് ദൃഗ്ദൃശ്യ അനുഭവം കാണുന്നവനും കാഴ്ചയും ഒരേ കാലത്തിൽ ഉളവാകുന്നത് കൊണ്ട് ആ അദ്വൈതം അല്ലെങ്കിൽ ഏകത മാത്രമാണ് സത്യം എന്ന് പറയുകയാണ്. ഓരോന്നിലും ഗുരു അദ്വൈതത്തെ അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് പോണത്. ഒന്നിനെ, ഏകതയെ ഉറപ്പിച്ചുകൊണ്ടാണ് ഗുരു പോകുന്നത്. ഗുരു ഇവിടെ പലത് കണ്ടില്ല, ഒന്നിനെ കണ്ടുള്ളൂ. ആ ഒന്നിനെ എങ്ങനെയാണ് നമ്മൾ വിവേചിച്ചറിയേണ്ടത്? പലതായി കാണുന്നതിനെ എങ്ങനെ നമുക്ക് ഒന്നായി കാണാം എന്നാണ് ഗുരു കാര്യകാരണ സഹിതം
നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്നുകൊണ്ടാണ് ഗുരു നമ്മളോട് പറഞ്ഞു തരണത്. അപ്പോൾ ഏകതം, ആ ഒരേ ദൃക്കിനും ദൃശ്യത്തിനും സമാനകാലീനത്വം ഉള്ളത് കൊണ്ട് അദ്വൈതം അല്ലെങ്കിൽ ഏകത മാത്രമാണ് സത്യം എന്ന് സൂത്രാർത്ഥം. നമുക്കത് വിശദീകരിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഏകദേശം ഒരു അർത്ഥം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഓരോരുത്തരുടെയും പ്ലേസിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈലിലൂടെ ക്ലാസ് കേൾക്കുന്നു അല്ലെങ്കിൽ കാണുന്നു. അത് രണ്ടും രണ്ട് സമയത്തല്ല, ഒറ്റ അനുഭവം. അത് കാണുന്നവനും ആ കാഴ്ചയും അല്ലെങ്കിൽ ആ കേൾവിയും നടക്കുന്നത് വ്യത്യസ്തമായ സമയത്തല്ല, സമാനകാലീനമാണ്. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കുക. സമാനകാലീനമാണ് കാണുന്നവനും അവൻ്റെ കാഴ്ചയും നടക്കുക. അത്രേ ഗുരു പറയുന്നുള്ളൂ. ഇനി അത് നമുക്ക് എങ്ങനെയാണ് ഇത് ദാർശനിക തലത്തിൽ ഇത് നമുക്ക് വിശദീകരിക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ തത്വജ്ഞാനം കൊണ്ട് നമുക്ക് ദൃഗ്ദൃശ്യഭേദം അസ്തമിക്കണം. രണ്ടും രണ്ടായിട്ട് കാണരുതെന്ന് അർത്ഥം. തത്വജ്ഞാനം കൊണ്ട് കാണുന്നവനും കാഴ്ചയും, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങി നമ്മൾ വിശദീകരിച്ചതാണ്. കാണുന്നതിനെല്ലാം ഇത് സത്യമല്ല ഇത് സത്യമല്ല എന്ന രീതിയിൽ നമ്മൾ തത്വജ്ഞാനം ചെയ്ത് തത്വവിചാരം ചെയ്ത് മനസ്സിലാക്കി അറിഞ്ഞ് കഴിഞ്ഞവന് ഈ കാണുന്നവനും അല്ലെങ്കിൽ അവൻ്റെ കാഴ്ചയും കാണുന്നവനും അവൻ കണ്ട ദൃശ്യങ്ങളും തമ്മിൽ ഒരു ഭിന്നതയും ഉണ്ടാവില്ല. അതിലേക്കാണ് ഗുരു നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് ദൃഗ്ദൃശ്യഭേദം അവസാനിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആത്മാവല്ലാതെ അല്ലെങ്കിൽ ആത്മചൈതന്യമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് സിദ്ധിക്കുന്നു. അപ്പോൾ അതിന് ഒരു ലൗകികൻ്റെ തലത്തിൽ നിന്ന് നാം ഞാൻ വേറെ, ഞാൻ കാണുന്ന കാഴ്ചകൾ വേറെ എന്ന ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മളൊരു മനസ്സുകൊണ്ടെങ്കിലും അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാണുന്ന ഓരോ വസ്തുവിനെയും നമ്മൾ വിചാരം ചെയ്തറിയുമ്പോൾ ആ വസ്തുവിന് സ്വന്തമായൊരു നിലനിൽപ്പില്ലെന്ന് നമുക്ക് മനസ്സിലാവും. മറ്റൊന്നിൻ്റെ അടിത്തറയിൽ കെട്ടപ്പെട്ടവയാണ് നാം കാണുന്ന എല്ലാ വസ്തുക്കളും. അതിന് ഓരോന്നിനും എടുത്ത് പരിശോധിക്കുമ്പോഴും അതിന് സ്വന്തമായ അസ്തിത്വം ഇല്ല എന്ന സത്യത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. പഞ്ചഭൂത മൂല തന്മാത്രയായിട്ട് മാറും. എന്തിവിടെ എടുത്തു നോക്കിയാലും അതിന് സ്പന്ദനമുണ്ടാവും, അതിന് ചൈതന്യമുണ്ടാവും. ആ ചൈതന്യം ആ പരമമായ സത്യത്തിൽ നിന്നുണ്ടായതാണ്. എന്തെല്ലാം രൂപങ്ങളും നാമങ്ങളും ഇവിടെ ഉണ്ടോ ആ നാമങ്ങളെല്ലാം ആ പരമമായ ഏകത വടിവാർന്നു നിൽക്കുന്നതാണ്. ഇത് ഒരു മറ്റെന്തോ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ വേറെന്തോ ഞാൻ കേൾക്കുന്നു എന്നുള്ള ധാരണയിലല്ല കേൾക്കേണ്ടത്. ഇത് നമ്മളെക്കുറിച്ചാണ് പറയണത്. നമ്മൾ അഭിരമിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഓരോ വസ്തുക്കളും നമ്മൾ എത്ര പ്രിയതയോടുകൂടിയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇതെന്ന് എൻ്റെ 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 എന്ന് പറഞ്ഞ്. പക്ഷെ ആ ചേർത്തിരിക്കുന്ന വസ്തുക്കൾ എൻ്റേതല്ലാത്തവയോട് നമുക്ക് നിരാസമുണ്ട്, വൈരാഗ്യമുണ്ട്, വിരക്തി, ഇഷ്ടമില്ലായ്മയുണ്ട്, ദ്വേഷവും രാഗവും ഒക്കെ ഉണ്ട്. പക്ഷെ ഗുരു പറയുകയാണ് ഇവിടെ എല്ലാതും കാണുന്ന നീയും നീ കാണുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ സമാനകാല അനുഭവമാണെന്നും അത് ഉണ്ടായിരിക്കുന്നത് ആ പരമമായ സത്യത്തിൽ നിന്നും മാത്രമാണെന്നും തത്വജ്ഞാനം ചെയ്തറിയണം. തത്വജ്ഞാനം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഏകതയിലേക്ക് എത്താനായിട്ട് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഏകതയൊന്നും പെടാനുള്ള മാനസികമോ ബുദ്ധിപരമോ ആയ പക്വത നമുക്ക് എത്തിയിട്ടില്ല. പക്ഷേ ശ്രവണം ചെയ്യാനുള്ള പക്വത എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല. ശ്രവണായാപി ബഹുബിർന്ന ലഭ്യതയെന്ന ഉപനിഷത്ത് പറയുന്നത്. കേൾക്കാൻ പോലും പലർക്കും ഭാഗ്യം ഈ ജന്മം കിട്ടില്ല. മനുഷ്യജന്മം എടുത്താലേ എത്രയോ മനുഷ്യരുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇത്ര പേരല്ലേ ഇരിക്കുന്നത്, അല്ലേ? എത്രയോ മനുഷ്യർക്ക് ഇത് ചെവിയിൽ ഇതുവരെയും ഇങ്ങനെയുള്ളൊരു സത്യമുണ്ടെന്ന് കേൾക്കാത്ത മനുഷ്യർ എത്ര ഉണ്ടാവും? കേൾട്ടാൽ തന്നെ പുച്ഛിച്ചു പോകുന്നവർ എത്ര മനുഷ്യരുണ്ടാവും? കാരണം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും ഇത് ഈ ജന്മത്തിൽ ഇത് അറിയാനോ അനുഭവിക്കാനോ ഉള്ള ഭാഗ്യമില്ലെന്നാണ് അർത്ഥം. അപ്പോൾ എന്തിനേയും ഗുരു പറയണത് ചിന്തിച്ച് ആരാഞ്ഞ് മനസ്സിലാക്കി വേണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കാനായിട്ട്. അപ്പോൾ തത്വജ്ഞാനം കൊണ്ട് ആ ദൃശ്യഭേദം കാണുന്നവനും ആ
കാണുന്നവൻ്റെ കാഴ്ചയും അത് അസ്തമിക്കണം. അത് അസ്തമിക്കണമെങ്കിൽ വെറുതെ ഒന്നും അസ്തമിക്കില്ല. ഈ കാണുന്ന വസ്തുക്കൾ എന്താണെന്ന് സൂക്ഷ്മമായി വിചാരം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇവിടെ ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാകും എന്നാണ് ഗുരു നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ ദൃക്കും ദൃശ്യവും അന്യോന്യ ആശ്രയങ്ങളാണ്, ഒരു സംശയവുമില്ല. നമ്മൾ പറഞ്ഞു ഒരു സമാന കാലത്താണ് കാണുന്നവനും കാഴ്ചയും ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവ അന്യോന്യ ആശ്രയങ്ങളാണ്, ഒന്നിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അത് സാപേക്ഷ അനുഭവങ്ങളാണ്. മറ്റൊന്നിനെ ആശ്രയിച്ചു കൊണ്ടാണ് കാണുന്നവനും കാണുന്നവൻ്റെ ആ കാഴ്ചയും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു, സദസദോരന്യോന്യ കാര്യകാരണത്വാതെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് ദാർശനിക ചിന്താപദ്ധതിയാണ്. ഒരാളും വിഷമിക്കരുത്, എനിക്കിത്തിരി വിഷമമുണ്ട് പറയുമ്പോൾ. കാരണം ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമോ, എന്തെങ്കിലും വിഷമങ്ങൾ തോന്നുമോ ഇത് കേൾക്കുമ്പോൾ? അങ്ങനെയൊക്കെ ഒരു വിഷമോ എനിക്ക് ഉള്ളിലുണ്ട്. കാരണം പല പല സമയങ്ങളിലായി ഇതിലേക്ക് ജോയിൻ ചെയ്തവരുണ്ട്, പല പല തലങ്ങളിൽ നിൽക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളെല്ലാവരുടെയും ആത്മീയമായി പൊരുൾ ഒന്നാകുമ്പോൾ നമ്മൾ എന്താണോ ഈ ലോകത്ത് തേടുന്ന സുഖം, ആ സുഖത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരു നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് ആ സുഖം ആത്മനിഷ്ഠമാണെന്നും ആ ആത്മസുഖം എല്ലാവരിലും പ്രകാശിക്കുന്ന ചൈതന്യമാണെന്നാണ് ഗുരു നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അത്രയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കണം. പലതും പലതല്ല, ഒന്നിൻ്റെ തന്നെ പ്രകടനങ്ങളാണ് എല്ലാം എന്നാണ് ഗുരു നമ്മളെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ദൃക്കും ദൃശ്യവും അന്യോന്യ ആശ്രയങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മുൻപ് നേരത്തെ പറഞ്ഞു സത് അസതോർ അന്യോന്യ കാര്യകാരണത്വം അതെന്ന് പറഞ്ഞു. സത്തും അസത്തും അന്യോന്യം കാര്യവും കാരണവുമായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയുകയാണ് ദൃക്കും ദൃശ്യവും അന്യോന്യ ആശ്രയങ്ങൾ തന്നെയാണ്, സമാനകാല അനുഭവമാണ് കാണുന്നവനും അവൻ്റെ കാഴ്ചയ്ക്കും ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാണുന്നത് ദൃക്കാണ്, കാണപ്പെടുന്നത് ദൃശ്യമാണ്. അത് ബേസ് ഉറപ്പിച്ചോളാം. ദൃക്ക് ദൃശ്യം ഇതുപോലെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കിനി മനസ്സിലാക്കിക്കോളാം. ദൃക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണുന്നവനാണ്. പിന്നെ ദൃശ്യം എന്ന് പറഞ്ഞാൽ നാം കാണുന്ന കാഴ്ചകളാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കാണുന്ന എന്തിനെ നമ്മൾ കണ്ടാലും ആ കാഴ്ചകളെല്ലാം ദൃശ്യം, ആ കാഴ്ചകളെല്ലാം കാണുന്നവൻ ദൃക്ക് മാറുന്നില്ല. പക്ഷെ കാണുന്ന ദൃശ്യങ്ങൾ ഇവിടെ മാറി 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 വരുന്നുണ്ട്, കാണുന്നവൻ മാറുന്നില്ല. അപ്പോൾ ദൃക്കില്ലാതെ ദൃശ്യമില്ല എന്നറിയണം. കാണുന്നവനില്ലാതെ ഒരു ദൃശ്യവും ഇവിടെ ഇല്ല. കാണുന്നവനാണ് സത്യം, കാണുന്നവനില്ലാതെ ദൃശ്യമില്ല, കാണുന്നവനില്ലാതെ കാഴ്ചയില്ല എന്നർത്ഥം. അപ്പോൾ ദൃശ്യമില്ലാതെ ദൃക്കുമില്ല. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ദൃക്കില്ലാതെ ദൃശ്യമില്ല, ദൃശ്യമില്ലാതെ ദൃക്കുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വിഷയിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വയിച്ച് പറഞ്ഞില്ലേ, അതുപോലെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ദൃക്കില്ലാതെ ദൃശ്യമില്ല, കാണുന്നവനില്ലാതെ കാഴ്ചയില്ല. പക്ഷെ കാഴ്ചകളില്ലെങ്കിൽ കാണുന്നവൻ എന്ന പേരുമില്ല. അതുകൊണ്ടാണ് അന്യോന്യ ആശ്രയം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ, കാണുന്നത് ദൃക്ക്, കാണപ്പെടുന്നത് ദൃശ്യം. ദൃക്കില്ലാതെ ദൃശ്യമില്ല, ദൃശ്യമില്ലാതെ ദൃക്കുമില്ല. അതെങ്ങനെ പറയാം? കാണുന്നവനില്ലാതെ കാഴ്ചയില്ല, കാഴ്ചയില്ലാതെ കാഴ്ചകളില്ലാതെ കാണുന്നവൻ എന്ന പ്രയോഗവും ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ ബേസ്? എന്താ? ഈ ദൃഗ്ദൃശ്യ അനുഭവങ്ങളെല്ലാം തന്നെ, കാണുന്നവനും കാണുന്നവൻ്റെ കാഴ്ച എല്ലാം തന്നെ നിരപേക്ഷമായ ബ്രഹ്മത്തിലുണ്ടായ ബ്രഹ്മാനുഭവങ്ങളാണ്. ഗുരു അവിടെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. കാണുന്നവനും അവൻ്റെ കാഴ്ചയെല്ലാം ഒന്നിലും ആശ്രയിക്കാതെ നിൽക്കുന്ന, ആ നിത്യനൂതനമായി സർവതന്ത്ര സ്വതന്ത്രമായി നിൽക്കുന്ന ആ ഏകതയിൽ ഉണ്ടായ ബ്രഹ്മാനുഭവമാണ് കാണുന്നവനും അവൻ്റെ കാഴ്ചകളും എല്ലാം എന്ന് പറയുക. എങ്കിലും ഈ കാണുന്നവനും അവൻ്റെ കാഴ്ചയ്ക്കും ഒരേ സമയത്തുള്ള അനുഭവമാണ്, സമാനകാലീന അനുഭവമാണ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഗുരു പറയുകയാണ്, അങ്ങനെ ഓരോന്ന് പറഞ്ഞു പോയിട്ട് അദ്വൈതത്തിൽ കൊണ്ടേ ഗുരു വെക്കുക. അങ്ങനെ ദൃശ്യ വിവേകത്തിലൂടെയും സർവം ബ്രഹ്മമയം എന്ന് അനുഭവിക്കാൻ പറ്റും എന്ന് ഗുരു പറയും. ദൃക്കും ദൃശ്യത്തെയും വിചാരം ചെയ്ത് അറിയുമ്പോൾ ദൃക്ക് കാണുന്ന കാഴ്ചകൾ ഒരേ കാലത്തായതാണ്,
ഒരിക്കലും ആ കാണുന്നവനും കാഴ്ചയും വേറെ വേറെ സമയങ്ങളിലല്ല, ഒരേ കാലത്താണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ ബ്രഹ്മം കാഴ്ചക്കാരൻ ഇല്ലാതെ കാഴ്ചയ്ക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് നമുക്ക് എന്താ മനസ്സിലാക്കാവുന്നത്? കാണുന്നവനായ ദൃക്കിലെ കാഴ്ചയായി നിൽക്കുന്ന ആത്മചൈതന്യം, അതില്ലാതെ ദൃശ്യങ്ങളില്ല. അതുകൊണ്ട് അവിടെയും നമുക്ക് അദ്വൈതത്തെ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇന്ന് ദൃക്ക് കണ്ട് നാളെ ദൃശ്യം അങ്ങനെയല്ലല്ലോ. ഒരേ സമയത്താണ് നമ്മൾ ഈ കാഴ്ച അനുഭവിക്കുന്നത്. കാണലും ആ ദൃശ്യവും ഒരേ സമയത്താണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. ഗുരു ഭാനദർശനമൊക്കെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും കൂടി ക്ലിയർ ആകും കേട്ടോ. ഭാനദർശനത്തിൽ എങ്ങനെയാണ് ഒരുവൻ പുറത്തുള്ള ഒരു വസ്തുവിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ഭാനദർശനത്തിൽ വളരെ കൃത്യമായി ഗുരു പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇനിയിപ്പോൾ ഒരു ദക്ഷിണാമൂർത്തി സ്തോത്രം വിചാരം ചെയ്യുന്നുണ്ട്. ഇനി വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ എല്ലാവരെയും അങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവിടെ നമുക്ക് വേദാന്തത്തിൻ്റെ ദാർശനികമായ ഒത്തിരി ഉള്ളറകളിലേക്ക് കയറുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേദാന്ത സൂത്രം പഠിക്കാൻ ഒത്തിരി പ്രയോജനമാണത്. അപ്പോൾ അവിടെ അതിലേക്കും കൂടി നിങ്ങൾ കയറുക. അപ്പോൾ ദാർശനിക തലത്തിൽ കയറി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഗുരുവിനെ അറിയാൻ സാധ്യമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറമേ ഒഴുകി നടന്ന് നമ്മളങ്ങ് കടന്നു പോകും. മനസ്സിലാകുന്നത് മനസ്സിലാക്കാത്ത വിട്ട് കളയുക. കാരണം ഇതൊരു പ്രയത്നം, ഒരു വിത്ത് നടലാണ്. അങ്ങനെ കണ്ടാൽ മതി. ആ വിത്ത് മുളയ്ക്കട്ടെ, ഭഗവാൻ അതിനെ അനുഗ്രഹിക്കട്ടെ, അല്ലേ? കേൾക്കുക. ബുദ്ധി കൊണ്ട് പിടിച്ച് മനസ്സുകൊണ്ട് വിഷമിക്കാനെന്ന് നിൽക്കണ്ട, വെറുതെ കേൾക്കുക. മനസ്സിലാവുന്നത് മാത്രം മനസ്സിലാക്കുക. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, സൂത്രത്തിൻ്റെ അർത്ഥം എപ്പോഴും മനസ്സിലുണ്ടാകണം. കാണുന്നവനും അവൻ്റെ കാഴ്ചയും സമാനകാല അനുഭവങ്ങളാണ്. കാണുന്നവൻ ഇന്നും അവൻ്റെ കാഴ്ച നാളെയും എന്ന രീതിയിലല്ല നിൽക്കുന്നത്. സമാനമാണ്. കാണുന്ന ആ ദൃക്കും അവൻ്റെ കാഴ്ച എന്ന അനുഭവവും സംഭവിക്കുന്നത് ഒരേ സമയത്താണ്. അതുപോലൊരു കാര്യം കൂടി നേരത്തെ പറഞ്ഞിരുന്നു. ഏതാ അത്? ഇതുപോലെ തന്നെ രണ്ടിനെയും ചേർത്ത് വെച്ചുകൊണ്ട് ഗുരു ഒരു കാര്യം ഇനി മുൻ സൂത്രത്തിൽ പറഞ്ഞിരുന്നു. സദസദോര അത് ഒൻപതാമത്തെ സൂത്രം ഏതാണ് ടീച്ചറെ? ടീച്ചർ എന്താന്ന് വെച്ചാൽ അതെ കറക്റ്റ് ആണ്. കാരണം വെച്ചാൽ ടീച്ചർ ഇതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ടീച്ചർ നമ്മളുടെ ക്ലാസ് ഇട്ട് ഓരോ വരിയും ഇട്ട് ഗവേഷണം നടത്തുന്നുണ്ട്. എന്നിട്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങളുടെ ഉത്തരം വന്നതുകൊണ്ട് ടീച്ചർ ഇതിരുന്ന് വിചാരം ചെയ്തുകൊണ്ട് ഇതിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് സദാസമയം ഇതിലേക്ക് ശ്രദ്ധയും ധ്യാനവും കൊടുത്തോണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഉത്തരം വന്നതുണ്ടോ? അതുകൊണ്ടാണ് നമുക്കിവിടെ പ്രായമോ മറ്റതോ ഒന്നും ഒരു വിഷയമല്ല. ആത്മാവിന് പ്രായമില്ല, നിത്യനൂതനമാണ്. അതുകൊണ്ടാണ് ടീച്ചറിന് അങ്ങനെ പറയാൻ സാധിക്കുന്നത്. ചൈതന്യത്തിൽ നിന്നല്ലേ വാക്ക് തന്നെ, ശരീരത്തിനല്ലേ നമ്പർ വരണത്. അപ്പം അതുകൊണ്ട് ശ്രദ്ധ എല്ലാവർക്കും വേണം. വളരെ സന്തോഷമായി എനിക്ക്. ജ്ഞാതൃജ്ഞാനയോഹോ അന്യോന്യ വിഷയത്വാദ് മിഥുനത്വം ഇതിന്ന് ഏത് സൂത്രം എത്രയാ? സൂത്ര നമ്പർ എത്രയായിരുന്നു ടീച്ചറെ? 9. 9. അതായത് അറിയുന്നവനും അറിവും അന്യോന്യം വിഷയവുമായി അറിയുന്നവനും അറിവും എപ്രകാരമാണോ ഒരുമിച്ചിരിക്കുന്നത്, അതുപോലെ അടുത്ത സൂത്രത്തിൽ ഗുരു പറഞ്ഞു ഏവം ജ്ഞാന ജ്ഞേയ വിഭാഗി. അറിയുന്നവനും അറിവും എപ്രകാരമാണോ ഒന്നിച്ചിരിക്കുന്നത്, അതുപോലെ അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുക്കളും ഒരുമിച്ച് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് ഗുരു അവിടെ പറഞ്ഞു. അത് തന്നെ, ആ ആശയം തന്നെയാണ് ഇവിടെയും പറയണത്. ദൃക്കും ദൃശ്യയോഹോ സമാനകാലീനത്വന്നല്ലേ. ദൃശ്യ അനുഭവം ഒരേ കാലത്തുള്ളതാണ്, സമാനകാലീനമാണ് ദൃഗ്ദൃശ്യ അനുഭവം. കാണുന്നവനും അവൻ്റെ കാഴ്ചയും സമാനകാലീന അനുഭവമാണെന്ന് ഗുരു ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ആ സൂത്രം ഒന്ന് എടുത്ത് നോക്കിയേക്കണം കേട്ടോ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയത്വാൻ മിഥുനത്വം ഇതി എന്നുള്ളതും ഏവം ജ്ഞാനജ്ഞേയ വിഭാഗി എന്നുള്ളതും ഒന്നും കൂടി വിചാരം ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇതിന് കുറേയൊക്കെ ക്ലാസ്സിലൂടെ പിന്നീട് ഓരോരോ ക്ലാസ് കഴിയുമ്പോൾ വന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചാണ്
ഇത് ഓരോ ക്ലാസ് യൂട്യൂബിലേക്ക് ഇടുന്നത്. കാരണം ക്ലാസ് കഴിഞ്ഞാൽ ഒരു രാത്രി നേരം വെളുക്കുന്നവരെയൊക്കെ ഇരുന്നാണ് അത് എഡിറ്റ് ചെയ്ത് ഇടണതേ. നമ്മളത് ഇടുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു കൃപ തന്നെ, അത് ഭഗവാൻ നമുക്ക് തന്നെ ഒരു അനുഗ്രഹം തന്നെയാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയൊരു തലമുറ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഒരു ബേസിൽ പോകാൻ സാധിക്കുമെങ്കിൽ പോകട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പം നമുക്ക് അതിനകത്തുനിന്ന് എടുത്തിട്ട് വീണ്ടും വീണ്ടും ഒന്നാമത്തെ സൂത്രം മുതൽ കേട്ടിട്ട് ആ കേട്ടതിനെ വീണ്ടും വീണ്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഈ ലോകത്തിലേക്ക് എത്തിക്കേണ്ടത്. കാരണം 100 വർഷം കഴിയുമ്പോൾ ഗുരുവിൻ്റെ കൃതികളെല്ലാം വെളിച്ചം കാണും എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര വയസ്സ് വരെ ജീവിച്ചു? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര വയസ്സ് വരെ ജീവിച്ചു? ആ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്നത് അവിടുന്ന് തന്നതിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ്. ആ ഒരു ഋഷിഘടമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു കൃതി വരെയൊക്കെ എത്തി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ വളരെ എന്താ പറയുക, ആ ഭഗവാന്റെ മുന്നിലിരുന്ന് ഇതൊക്കെ അങ്ങോട്ട് ചൊല്ലുമ്പോൾ ഉണ്ടല്ലോ, ആ കൃപ നമ്മളിലേക്ക് വർഷിച്ച് വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, സന്ധ്യയ്ക്ക് ജപിക്കുമ്പോൾ വേദാന്ത സൂത്രം എടുത്തു വെച്ചിട്ട് പഠിച്ച അത്രയും സൂത്രയും തെറ്റുകൂടാതെ ജപിക്കുക. ജപിച്ച് വരുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിലേക്ക്, അതിൻ്റെ ആ ഒരു ചൈതന്യം ഗുരു തന്നെ പ്രകാശിപ്പിച്ചു തരും. ഒരു ശ്രവണം, വെറും ഒരു ബാഹ്യ ശ്രവണം മാത്രമാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ അത് പിന്നീട് അങ്ങ് പ്രകാശിച്ച് എന്നും എടുത്തത് മനനം ചെയ്യണം. അപ്പോൾ തീരുന്ന വരെയും ഇത് പഠിക്കണം. പിന്നെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാക്കി, ഒരു പ്രാർത്ഥനയാക്കി ഇത് മാറ്റണം. ഒരിക്കലും ഇത് മാറ്റി വെക്കരുത്. കാരണം ഗുരുവിൻ്റെ കൃതികളുടെ എല്ലാത്തിൻ്റെയും സാരസംഗ്രഹമാണ് വേദാന്ത സൂത്രം. വേദത്തിൻ്റെ പൊരുളാണ് ഗുരു നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മൾ സ്വീകരിക്കണം പൂർണ്ണ മനസ്സോടുകൂടി. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയും വഴികാട്ടിയുമാകും. ഇനിയുള്ള ജന്മങ്ങളിലും നമ്മളെ ഒരിക്കലും ഈ സംസാര സാഗരത്തിലേക്ക് തള്ളിയിടാതെ ഈ സത്യം അറിയാനുള്ള ഒരു യത്നം പാവങ്ങളായ പ്രാകൃത ഭക്തന്മാരായ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ വേദാന്തത്തിൻ്റെ ദാർശനിക തലത്തിലേക്ക്, ഉന്നതമായ തലത്തിലേക്ക് ഒന്ന് കാല് വയ്ക്കാനൊരു ശ്രമമെങ്കിലും നടത്തുമ്പോൾ ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കും, ഒരു സംശയവും ഇല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇവിടെ കാലസംബന്ധമായ ഒരു അടുപ്പമാണ് നമ്മളോട് പറയണത്. സമാനകാലീനത്വാദെന്ന് പറയുമ്പോൾ ഇവിടെ എന്താ, ആദ്യം നമ്മൾ ജ്ഞാതൃജ്ഞാനയോഹോ എന്നുള്ളിടത്തും ജ്ഞാനജ്ഞേയം എന്നുള്ളിടത്ത് ദേശസംബന്ധമായ ആ ഒരു ഐക്യം പറഞ്ഞെങ്കിൽ ഇവിടെ കാലസംബന്ധമായ ആ ഒരു ഏകതയാണ് പറഞ്ഞു വരുന്നത്. സമാനകാലീനത്വാദം എന്നുള്ളത് കൊണ്ട് കാലസംബന്ധമായ കാണുന്നവനും കാഴ്ചയ്ക്കും കാലസംബന്ധമായ ആ ഒരു ഏകത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാനും ഇതുപോലെ ക്ലേശിച്ച് പഠിക്കേണ്ടി വരുന്നത് എന്നാണെങ്കിൽ, ദേശകാലങ്ങളാകുന്ന ഒരു മൂടുപടം കൊണ്ട് നമ്മുടെ സ്വരൂപത്തെ മൂടിയിട്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് ജന്മം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സത്യം ഒരു അക്കാഡമിക് ലെവലിൽ പഠിക്കാനേ പറ്റുള്ളൂ. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊന്നും തെളിയില്ല. അങ്ങനെ തെളിയണമെങ്കിൽ വാസനകളില്ലാതെ, കർമ്മവാസനകളറ്റ് പ്രാഗ്ജന്മങ്ങളിൽ അതിൻ്റെ വാസന ശക്തമായി ആത്മീയതയിലേക്കുള്ള വഴി പൂർണ്ണമായും വെട്ടിത്തെളിച്ചവർക്ക് ഒരു വാക്ക് കേട്ടാലും മതി, തെളിയും. നമ്മൾക്ക് കുറേയൊക്കെ കേൾക്കാനുണ്ട്. കാരണം നമ്മൾ കാലദേശാദികളാകുന്ന ലീലാപടം കൊണ്ട് ഈ പ്രപഞ്ചത്തെ ആകെ മൂടിക്കൊണ്ടാണ് ബ്രഹ്മശക്തി സ്പന്ദിച്ച് ദേവിയായിരിക്കുന്നത്. ദേവീ ശക്തി സ്പന്ദിച്ച്, ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ് ദേവി. ആ ബ്രഹ്മശക്തി സ്പന്ദിച്ച് ഈ പ്രപഞ്ചമായപ്പോൾ ടൈം ആൻഡ് സ്പേസ് അതിലൂടെയാണ് നമ്മൾ വ്യവഹരിക്കുന്നത് എല്ലാം തന്നെ. ഇപ്പം 8:45 കഴിഞ്ഞാൽ ക്ലാസ് നിർത്തിയില്ലെങ്കിൽ നിങ്ങളങ്ങ് ലെഫ്റ്റായി പോകും, അല്ലേ? നിങ്ങൾ പോവും. കാരണം നമ്മൾ ഓരോന്നൊരു ടൈമിലും ഒരു സ്പേസിലും ഇരിക്കണേ. പിന്നെ അടുത്ത ദിവസം ക്ലാസ്സിന് വരാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പറയും, ഞാനിവിടെ ഇല്ലായിരുന്നു, വേറെ സ്ഥലത്തായിരുന്നു എന്ന് പറയും, അല്ലേ? അപ്പോൾ നമ്മളുടെ എല്ലാ വ്യവഹാരങ്ങളും ദേശത്തിലും കാലത്തിലും ആയിരിക്കുന്നത്, അല്ലേ? ടൈം ആൻഡ് സ്പേസിൽ നിന്നുകൊണ്ടേ ഭൗതികത്തിൽ വ്യവഹാരം പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു മൂടുപടം കൊണ്ട് ഗുരു പറഞ്ഞ പോലെ കാലാദിയായ മൃദു നൂലാല നെയ്യും ഒരു ലീലാപടം ഭവതി മേലാകെ മൂടിക്കൊണ്ടാണ് പ്രപഞ്ചമായി സ്പന്ദിച്ചേക്കണത്. അതുകൊണ്ട് തന്നെ നമുക്ക് തത്വചിന്തയിലൂടെ മാത്രമേ ഈ നൂലിനെ പൊട്ടിച്ചു കളയാൻ പറ്റുള്ളൂ.
അപ്പോൾ ഒരു ചിന്തകനെ എളുപ്പം പൊട്ടിച്ച് കളയാൻ പറ്റും. അതുകൊണ്ട് ഗുരു ലീലാവടം എന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലീലാവടം അല്ലത്. കാരണം നമ്മുടെ വാസനകളുടെ കട്ടി കൂടി 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 വന്നിരിക്കുന്നത് കൊണ്ട് അത് പൊട്ടിച്ച് കളയാൻ ഒത്തിരി 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 നമ്മൾ ക്ലേശിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ തന്നെ രണ്ട് ഭാവങ്ങളാണ് കാലവും ദേശവും. അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പരിമാണം തതഹ എന്നുള്ള സൂത്രം നേരത്തെ വിചാരം ചെയ്തു. പരിമാണം തതഹ അവിടെയും ആ ദേശസംബന്ധമാണത്. എന്താ പരിമാണം തതഹ എന്ന് പറഞ്ഞാൽ? അളന്ന് അറിയാനാവാത്ത അപരിമേയമായ യാതൊരു അളവുകളുമില്ലാത്ത ആ അപരിമേയമായ സത്യത്തിൽ നിന്ന് ഉണ്ടായ ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിൽ ഉൾപ്പെടുന്ന നാമവും സമസ്ത ചരാചരങ്ങളും അളന്നും കുറിച്ചുമൊക്കെ അറിയാവുന്ന തരത്തിലാണ് ഇവിടെ വന്നേക്കുന്നത്. എല്ലാത്തിനും അളവുകളുണ്ട്. അളവ് പോലും വെച്ച് അളക്കുന്നത്, സ്നേഹം പോലും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ അളക്കാനാവാത്ത സത്യത്തിൽ നിന്ന് വന്നതെല്ലാം അളന്നറിയാവുന്നതാണ് എന്ന് ഗുരു പറയുമ്പോൾ നമ്മൾ ചെന്നെത്തേണ്ടത് ആ അളക്കാനാവാത്ത സത്യത്തിലേക്ക് തന്നെയാണ്. അളന്നും കുറിച്ചുമൊക്കെ ഇങ്ങനെ തല്ലുപിടിച്ചും തമ്മിത്തല്ലിയും വഴക്കിട്ടും ബഹളം വെച്ചും പിന്നെ ഒക്കെ നമ്മളിങ്ങനെ ജീവിക്കുമ്പോഴും നമ്മളെല്ലാവരും ലക്ഷ്യം വയ്ക്കുന്നത് ആ ഏകതയാണെന്ന് നമ്മൾ മറന്നു പോകുന്നു. അപ്പോഴും നമ്മളുടേതായ ആ അഹന്തയും മമതയും ഒരിക്കലും നമ്മൾ കളയാനോ നേരായ വഴിക്ക് യാത്ര ചെയ്യാനോ നമ്മൾ തയ്യാറാവുന്നില്ല. ആധ്യാത്മികതയിലാണ് ഏറ്റവും കൂടുതൽ അഹന്തയും മമതയും ഇരിക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകാറുണ്ട്. അപ്പോൾ അതെല്ലാം എവിടെയൊക്കെ ഇതെല്ലാം പൊന്തുന്നോ അവിടെയൊക്കെ നമ്മൾ ശരിയായ വഴിയിലല്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിചാരം ചെയ്തറിഞ്ഞാൽ മതി. നമുക്ക് എവിടെയാണോ രാഗം വരണത്, ദ്വേഷം വരണത്, സങ്കടം വരണത്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് മറ്റൊരാളോട് ഉള്ള ആ ഒരു ചിന്ത നമ്മളെ തന്നെ വിചാരം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളിൽ എവിടെയൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന്. അപ്പോൾ പതുക്കെ 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 നമ്മൾക്ക് തന്നെ അതിനെയൊക്കെ അഴിച്ചു മാറ്റാനായിട്ട് സാധിക്കും. കാരണം എന്താണോ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കുന്നത്, നമ്മുടെ കൺമുന്നിൽ ഒരാൾ വന്നാൽ അവർ നമ്മളോട് മോശമായാണ് പെരുമാറുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദരവോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്നേഹമോ പരിഗണനകളോ അവർ നമുക്ക് തന്നില്ലെങ്കിൽ നമ്മളെപ്പോഴും അവരെ പഴിക്കും. അവരെ നമ്മൾ ഒരു ആത്മസ്വരൂപമായി കാണാനോ ഒന്നുമുള്ള പക്വത നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെ പഴിക്കും. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളുടെ വാസനയിൽ, കർമ്മവാസനയിൽ ആ വ്യക്തി നമ്മുടെ മുന്നിൽ വരുമെന്നും ആ വ്യക്തി തന്നെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയ ആ വാസനയിൽ പെട്ട ഒരാളാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതും നമ്മളോട് അങ്ങനെ പെരുമാറിയതും. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ നീ തന്നെയാണ്. നമ്മൾ ഭർത്താവിനെ ശപിച്ചുകൊണ്ട് കഴിയും, ഭാര്യയെ ശപിച്ചുകൊണ്ട് കഴിയും, മക്കളെ ശപിച്ചുകൊണ്ട് കഴിയും, കൂട്ടുകാരെ, സഹപ്രവർത്തകരെയൊക്കെ. ഈ സഹപ്രവർത്തകരായും കൂട്ടുകാരായും മക്കളായും ഒക്കെ വന്നിട്ടുള്ളത് നിനക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത അനുഭവമാണ്. ഇനി നീ ആ നാട്ടിൽ നിന്ന് പോയി വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാന്ന് വെച്ചോ, പക്ഷെ അവിടെയും ഈ സമാനമായ നിന്റെ വാസനകളും മറ്റൊരു രൂപത്തിൽ നിന്റെ മുന്നിലേക്ക് വരും, ഒരു സംശയമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് ഈശ്വരൻ വെച്ചതാണെന്ന് മാത്രം പറയേണ്ടത്. കാരണം ഈശ്വരൻ എന്നും നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ ആ സത്യത്തിലേക്ക് എത്തിക്കാനുള്ള പ്രകാശമായിക്കൊണ്ട് ഈശ്വരൻ തെളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനെ മറന്ന് യാത്ര ചെയ്യുന്നതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ ഈ പറഞ്ഞു വന്ന പോലെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമുക്ക് ഈ സത്യത്തെ നമ്മുടെ ചെവി കൊണ്ടെങ്കിലും കേൾക്കാൻ സാധിച്ചാൽ, ഉള്ളിൽ ശ്രദ്ധയായും ഉള്ളിൽ ഭക്തിയായും ഒക്കെ വന്നില്ലെങ്കിലും ചെവി കൊണ്ടെങ്കിലും കേൾക്കാൻ ഒന്ന് ഇരുന്നു തരാൻ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ കുടുംബ സാഹചര്യങ്ങളും അനുവദിച്ചാൽ തന്നെ ഉണ്ടല്ലോ നമ്മൾ കറക്റ്റ് വേയില്ല. അപ്പോൾ അതായത് സാബുജിയൊക്കെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഓടി ഇങ്ങനെ വരണതാണ്. കറക്റ്റ് ചിലപ്പോഴൊക്കെ സമയം തെറ്റി ഓടി ഇങ്ങനെ കയറണതാണ്. അപ്പോൾ ജോലിയുടെ തിരക്കിലും ബഹളത്തിലും ഭൗതികതയിലൊക്കെ ഇരിക്കുമ്പോഴും ശാന്തവും സ്വസ്ഥതയും തേടി തേടിയായി വരണത് അല്ലേ. അപ്പോൾ അതിലൊക്കെ ഫലമുണ്ട്. ഒന്നും വെറുതെ അല്ല ചെയ്യണതല്ല. ഈ ഇരിക്കുന്നതിന് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്,
ഈ ഇരിക്കുന്ന സത്സംഗം എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകല്ലേ ഭഗവാനെ. ഇത് പറയാനും നാവെന്നും ഒന്നും സ്പന്ദിക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥന ഉള്ളത്. കേൾക്കുക, വിചാരം ചെയ്യുക, അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് ഇനി നമുക്കുള്ളത്. അല്ലാതെ അതിനപ്പുറം നമ്മൾ എന്തെല്ലാം കൂട്ടിവെച്ചോ, എന്തിനൊക്കെ വേണ്ടി ഈ ജന്മം മുഴുവൻ നമ്മൾ പാഴാക്കി ഓടിയോ, അതെല്ലാം വ്യർത്ഥമായിരുന്നു എന്ന് നമുക്ക് അവസാനം മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ശരീരത്തിന് ആരോഗ്യമൊക്കെ ഉള്ളപ്പോൾ മാത്രമേ ഇതൊക്കെ കേൾക്കാനും പഠിക്കാനൊക്കെ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ദേവി അമ്മ ഇതിനകത്ത് കയറുന്നുണ്ട്. ഒത്തിരി പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് ക്ലാസ് കയറുകയും കേൾക്കുകയും ചെയ്തപ്പോൾ ആ പ്രായത്തിലും അത് ഗ്രഹിക്കാൻ സാധിക്കുന്നതുകൊണ്ടല്ലേ ഇപ്പം എത്രയോ എല്ലാ ക്ലാസ്സുകളിലും ആദ്യം കയറി ഹാജർ പറയും. ആലോചിച്ച് നോക്കൂ, അതൊക്കെ ഒരു സുഹൃതമാണ്. പക്ഷെ അവരൊക്കെ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരി ശാരീരികമായോ കുടുംബപരമായോ നമ്മൾ ചിലപ്പോൾ ഓരോരുത്തരും വാർദ്ധക്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഒറ്റപ്പെടലുകളുടെ തുരുത്തുകളിലാണ് പലരും അതിനോടൊപ്പം തന്നെ ശാരീരിക വേദനകളും കൂടി അങ്ങ് വരും. അപ്പോൾ നമ്മൾ വല്ലാതെ ഇപ്പം ഇതൊക്കെ മനസ്സിലേക്ക് വെച്ചവരാണെങ്കിലുണ്ടല്ലോ, തീർച്ചയായും നമുക്ക് ഇതിനെയൊക്കെ പിടിച്ച് ഓവർകം ചെയ്യാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരാളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഈ വറചട്ടിയിലിട്ട് വറുക്കുന്ന പോലെയാണ് ഓരോ നിമിഷവും അവരുടെ കടന്നു പോണത്. ആലോചിച്ച് നോക്കൂ. അപ്പം ഇതൊക്കെ കാരുണ്യപൂർവം മഹാഗുരുക്കന്മാർ നമ്മളിൽ വെച്ച ഒരു തിരുനോട്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വേദാന്ത സൂത്രം പോലെയുള്ള കൃതിയൊക്കെ നമ്മുടെ കയ്യിൽ വന്നത്. ഒട്ടും സംശയം അതിലില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിലായില്ല എന്ന് വെച്ചാൽ അത് വിഷമിക്കേണ്ട. ഒന്നിലും മനസ്സിലായില്ലെങ്കിൽ അടുത്ത സെൻറ്റൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ നമുക്ക് പിടികിട്ടിയാൽ മതി, അത്രയും ഓർത്താൽ മതി. അപ്പോൾ ഞാൻ ഓർക്കണത് ഗുരുവിൻ്റെ കൃതികൾ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് പ്രകാശിച്ചു തുടങ്ങി. അവിടുത്തെ വാക്കുകൾ വെളിച്ചങ്ങാണ്, പ്രകാശാത്മകമായി കൂടുതൽ തേജസ്സോടെ പ്രകാശിക്കുക ഗുരുവിൻ്റെ വാക്കുകൾ. ഇത്ര ഭംഗിയായിട്ടാണ് ഗുരു പറഞ്ഞത് 100 വർഷം കഴിയട്ടെ എന്ന് പറഞ്ഞത് അല്ലേ. നമ്മളിനി ചൊല്ലാത്ത കൃതി ഇല്ല ഗുരുവിൻ്റെ. എല്ലാതും നമ്മളിപ്പോൾ വേദാന്തസൂത്രം കൂടിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാതും ചൊല്ലാൻ പഠിച്ചു, പിരിച്ചു പറയാൻ പഠിച്ചു. അതിലെന്താണ് ഗുരു പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് ഏകദേശം ഒരു രൂപമൊക്കെ നമുക്ക് മനസ്സിലാക്കാറായിട്ടുണ്ടായിരുന്നു പറഞ്ഞത്. ഞാൻ ബ്രഹ്മം തന്നെയാണ് ഞാൻ. 1-ാമത്തെ സൂത്രം ബ്രഹ്മൈവാഹം അല്ലേ. എങ്ങനെയാ ടീച്ചറെ 1-ാമത്തെ സൂത്രം? അഥ യദാത്മനോ ജിജ്ഞാസുസ്തരിതം ബ്രഹ്മൈവാഹം. അതെ. അപ്പോൾ 1-ാം സൂത്രത്തിൽ ബ്രഹ്മൈവാഹം, ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്നാണ് പറഞ്ഞത്. ഇനി 2-ാം സൂത്രത്തിൽ എങ്ങനെയാ പറഞ്ഞത്? ബ്രഹ്മത്തിന്റെ ലക്ഷണമെന്ത് അല്ലെ. അസ്യച്ച കതി ഗണനയേതി കിം തസ്യ ലക്ഷണം. ഈശ്വരന്റെ ലക്ഷണം എന്താ? അസ്യച്ച കതി ഗണനയേതി. ഈശ്വരൻ ആരാ എന്നൊക്കെ നമ്മളിപ്പോഴും ചോദിക്കാറില്ല. ഈശ്വരൻ ആരാ? അതിൻ്റെ വളരെ കൃത്യമായി 3 വാക്കിൽ ഒതുക്കി തന്നിട്ടുണ്ട്. എന്താണ് ഈശ്വരൻ, ആരാണ് ഈശ്വരൻ, എന്താണ് അതിൻ്റെ ലക്ഷണം അല്ലേ. അപ്പോൾ ആ 2-ാമത്തെ സൂത്രത്തിലൂടെ അടുത്ത സൂത്രത്തിലൂടെ ഗുരു ഈശ്വരന്റെ കിം തസ്യ ലക്ഷണം അസ്യച്ച കതി ഗണനയേതി, അതിനെ ഏതെല്ലാം കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് ആ ഈശ്വരനെ നമുക്ക് വിലയിരുത്താം എന്നാണ് ഗുരു പറയുന്നത്. അതിനുശേഷം 3-4 സൂത്രങ്ങളിലായി ആത്മസ്വരൂപത്തിന്റെ ലക്ഷണം പറഞ്ഞു തരികയാണ്. അതാണ് തജ്ജ്യോതിഹി തേനേദം പ്രജ്വലിതം. വേദാന്ത സൂത്രത്തിൽ ഗുരു ബ്രഹ്മലക്ഷണം, ദൈവത്തിന്റെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ എല്ലാവരോടും ഒന്ന് പറഞ്ഞു കൊടുക്കുക. വേദാന്ത സൂത്രത്തിൽ ഗുരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക് ഏതാണ്, സൂത്രം ഏതാണ്? വെറുതെ ചോദിക്കുക. നിങ്ങളുടേതായ ഒരു കൂട്ടായ്മ വരുമ്പോഴോ സത്സംഗം വരുമ്പോഴോ ഒക്കെ ഒന്ന് ചോദിക്കുക. എന്നിട്ടില്ലേ അത് ഉറക്കെ അങ്ങ് പറയുക. അങ്ങനെ പ്രകാശിക്കാൻ പറ്റും. തജ്ജ്യോതിഹി, അത് പ്രകാശമാണ്. അടുത്തത് തേനേദം പ്രജ്വലിതം, ആ പ്രകാശം കൊണ്ടാണ് ലോകത്തെ സമസ്തതും പ്രകാശിക്കുന്നത്. സൂര്യചന്ദ്രന്മാർ ഉൾപ്പെടെ അഗ്നി ഉൾപ്പെടെ സകലതും പ്രകാശിക്കുന്നത് ആ ജ്യോതിസിലാണ്. അപ്പൊ പ്രകാശമാണ് ഈശ്വരൻ.
ഒരു 10,000 ആതിഥേയർ ഒന്നായി വരുവതുപോലെ എന്ന് അവിടുന്ന് സാക്ഷാത്കരിച്ചത്. ഒരു 1,00,00,000 ദിവാകരരൊത്തുയരും പടി പോലെ എന്നാണ് അവിടുന്ന് സാക്ഷാത്കരിച്ചത്, അല്ലേ? അപ്പോൾ ഈശ്വരൻ്റെ ലക്ഷണം 3-4 സൂത്രങ്ങളിലായിട്ട് ആത്മസ്വരൂപ ലക്ഷണത്തെ പറഞ്ഞു തന്നു. ഇനി 5-ാം സൂത്രത്തിൽ സത്ത് അസത്ത്, പിന്നെ ഗുരു വേർതിരിച്ച് പറഞ്ഞു പോവുക. സത്ത് അസത്ത് എന്നിങ്ങനെ 2 വശങ്ങളിൽ നിന്നുകൊണ്ടുള്ള ചിന്ത ചെയ്തു. ആ ഏകമായ സത്യം ഈ പ്രപഞ്ചമായപ്പോൾ അതിനെ സത്ത് അസത്ത്, ഉണ്മ ഇല്ലായ്മ എന്നുള്ള രീതിയിൽ 2 ആ വശങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ ഗുരു നമുക്ക് പറഞ്ഞു തന്നു. ഇനി 6 മുതൽ 12 വരെ സൂത്രങ്ങളിലായി സത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള അന്വേഷണം നടത്തി. 6 to 12 സത്തിൻ്റെ ഭാഗത്ത്, അതായത് ഉണ്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഗുരു വിചാരം ചെയ്തു തന്നു നമുക്ക്. ഈശ്വരനെയും ബ്രഹ്മത്തെയും ഒക്കെ ആ പ്രപഞ്ചമൊക്കെ എങ്ങനെയാണ് ഉണ്മയുടെ ഭാഗത്ത് നിന്ന്, സത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിശദീകരിക്കുക. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അവിടെയൊക്കെ പറഞ്ഞാ പോയേക്കണത്. ഇനി അപ്പോൾ അങ്ങനെ സത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിചാരം ചെയ്തപ്പോൾ ആ സൂത്ര അവസാനം എത്തിച്ചേർന്ന നിഗമനം എന്തായിരുന്നു? ഈ ജഗത്ത് ബ്രഹ്മമാണ്, ജീവനും ബ്രഹ്മമാണ്. സത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ വിശദീകരണം അവസാനിക്കുന്നത് എങ്ങനെയാ? ജീവനും ബ്രഹ്മമാണ്, ജഗത്തും ബ്രഹ്മമാണ് എന്നുള്ള ആ സത്യത്തിലാണ് എത്തുന്നത്. ഇനി 13 മുതൽ 18 വരെ സൂത്രങ്ങളിലായി അസത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഇന്മയുടെ, അല്ലെ, ഇന്മയുടെ ഇല്ല, ആ സത്തിൻ്റെ വിപരീതമാണ് അസത്ത്, ഇല്ലായ്മ. ആ ഇന്മയുടെ ഭാഗത്ത് നിന്ന്, അസത്തിൻ്റെ വശത്ത് നിന്നുകൊണ്ടുള്ള ചിന്ത ചെയ്തു. അവിടെയും എത്തിച്ചേർന്നത് ബ്രഹ്മൈവാഹം. അതാണ് ഓരോന്നിലും ഗുരു ഓരോന്നും വിചാരം ചെയ്തിട്ട് കൊണ്ട് എത്തിക്കുന്നത് ആ പരമസത്യം തന്നെയാണ് ഞാൻ എന്ന തത്വത്തിലേക്ക് ഗുരു പറഞ്ഞു പോണത്. അസത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിചാരം ചെയ്തപ്പോഴും പറഞ്ഞു വരുന്നത് എന്താ? ആ ബ്രഹ്മൈവാഹം എന്ന തത്വത്തിലാണ് എത്തുന്നത്. അപ്പോൾ അതിങ്ങനെ വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയതാണിത്. നമ്മൾ ഇത്രയും നേരം ഇത്രയും സൂത്രങ്ങളിലൂടെ കടന്നൊന്ന് പോയല്ലോ. അപ്പോൾ ദൃക്ക് എന്ന വാക്കിന് ദൃക് ദൃശ്യോഹോ സമാനകാലീനത്വാത് എന്നാണ് നമ്മുടെ സൂത്രം. അതിൻ്റെ അർത്ഥം എന്താണ്? ദൃക് ദൃശ്യോഹോ സമാനകാലീനത്വാത് എന്ന് പറഞ്ഞാൽ ദൃക്കിനും ദൃശ്യത്തിനും സമാനകാലീന അനുഭവമുള്ളതുകൊണ്ട്, സമാനകാലീനമായതുകൊണ്ട്, ഒരേ സമയം ഒരേ കാലത്തിൽ ഉണ്ടാകുന്ന അനുഭവമായതുകൊണ്ട് എന്നാണ് സൂത്രം. അപ്പോൾ ദൃക്ക് എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നുള്ളൊരു അർത്ഥവും കൂടി ആ വാക്കിനുണ്ട് കേട്ടോ. കണ്ണ്, സംസ്കൃതത്തിൽ ദൃക്ക് എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നർത്ഥം. ദാർശനിക തലത്തിൽ പറയുകയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. കണ്ണ് എന്ന് വാക്യാർത്ഥം, അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്ന മറ്റൊരർത്ഥം ദൃക്കിനുണ്ട്. ഒരു ദ്രഷ്ടാവ്, ദൃക്കിനെ ദ്രഷ്ടാവെന്ന് പറയും. കാണുന്നവൻ, സംസ്കൃത വാക്കാണ് ദ്രഷ്ടാവ്, കാണുന്നവൻ. ഈ പദങ്ങളൊക്കെ പഠിക്കണം. കാരണം നമ്മളിപ്പോൾ കാണുന്നവൻ എന്ന് പറഞ്ഞിട്ട് ദ്രഷ്ടാവെന്ന് പറയുമ്പോൾ രണ്ടും രണ്ടാണോ എന്ന് ധരിക്കും. അതുകൊണ്ട് ദ്രഷ്ടാവെന്ന് പറഞ്ഞാലും ദൃക്കെന്ന് പറഞ്ഞാലും ഒരാൾ തന്നെയാണ്. ഒന്ന് വെറുതെ എഴുതി വെച്ചോ, ദ്രഷ്ടാവ് അഥവാ ദൃക്ക്. ഇതൊക്കെ എപ്പോഴും ഗുരുവിൻ്റെ കൃതികൾ നമ്മൾ ചൊല്ലുമ്പോഴും ഒക്കെ നമുക്ക് വരണ വാക്കുകളാണ് കേട്ടോ. അപ്പോൾ ദ്രഷ്ടാവും ദൃക്കും അത് വേറെ വേറെ പദങ്ങളാണ്. ഇനി ഒരു ദ്രഷ്ടാവ് അല്ലെങ്കിൽ ഒരു ദൃക്ക്, കാണുന്നവനായിരിക്കുന്നത് എപ്പോഴാ? പറയാൻ പറ്റില്ല. ദൃശ്യത്തെ ദർശിക്കുമ്പോഴല്ലേ ദ്രഷ്ടാവിന് ദ്രഷ്ടാവെന്ന പദവി വരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ അതുപോലെ ഒരു ദൃശ്യമായിരിക്കുന്നത് എപ്പോഴാണ്? ദൃക്കുള്ളപ്പോൾ. ഒരു ദ്രഷ്ടാവ് അതിനെ ദർശിക്കുമ്പോഴാണ് എന്തായിട്ട് വരുന്നത്? ദൃശ്യമായിട്ട് വരുന്നത്. ഇനി ആരാലും കാണപ്പെടാത്ത, ദർശിക്കപ്പെടാത്ത ഒന്നിനെ നമ്മൾ ദൃശ്യമെന്ന് പറയാറില്ല, അല്ലേ? ആരാലും കാണപ്പെടാത്ത ഒന്നിനെ നമ്മൾ, ദ്രഷ്ടാവുണ്ടെങ്കിൽ മാത്രമേ ദൃശ്യത്തിന് ദൃശ്യം എന്നുള്ള പദവി ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അറിവിൽ പെടാത്തതായി ഒന്നും ഉള്ളതാണെന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. അറിവെന്നുള്ള കൃതി മുഴുവനും ഏകദേശം ഈ
ഈ വേദാന്ത സൂത്രമായിട്ടൊക്കെ നമുക്ക് അത് ഒരു ഇവിടെ വിചാരം ചെയ്ത് കഴിഞ്ഞു പോയൊരു കൃതിയാണ് അറിവ്. അതിന് അത് അതെ അതെ. അപ്പോൾ അറിവിൽ പെടാത്ത ഒന്നും ഉള്ളതാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അറിവിന് നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളത് എങ്ങിരുന്നേലും. ആ അറിവിന്റെ 3 4 ശ്ലോകം ഒന്ന് എടുത്തു നോക്കിക്കേ. അതെ. അപ്പോൾ അതൊന്ന് എഴുതി വെച്ചോട്ടെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊന്ന് ഓരോ വാക്ക് വെച്ച് അർത്ഥം. അതായത് അറിവിന് നിറവുണ്ടെന്ന്, അറിവ് പൂർണ്ണമാണെങ്കിൽ അറിവല്ലാതെ വേറെ എന്താ ഇവിടെ ഉള്ളത്? അറിവിലിരുന്ന കിനാവിങ് അറിവായിടുന്ന വണ്ണമങ്ങെല്ലാം. നമ്മൾ സ്വപ്നം കാണുന്നവനിലേക്ക് സ്വപ്നാനുഭവങ്ങളെല്ലാം ഇങ്ങനെ ഒരേ നിമിഷമാണ് കടന്നു വരുന്നത്. അപ്പോൾ അറിവല്ലാതെ മറ്റെവിടെയെങ്കിലും പോയി ഒന്നും അറിയാൻ ഒന്നുമില്ല. കാരണം അറിവ് മാത്രമേ എവിടെയുള്ളൂ, പൂർണ്ണതയാണ്. അവിടെ ഇവിടെ ഇരിക്കണ അറിവെന്നും പറഞ്ഞ് വേറെ ഒന്നും പോയി അന്വേഷിക്കാനില്ല എന്ന്. പൂർണ്ണതയാണ് ഗുരു നമുക്ക് അറിവെന്ന കൃതിയിലൂടെ തന്നെ പറഞ്ഞു വെക്കുന്നത്. അത് വെറുതെ ലളിതമായി പറയാവുന്നൊരു ശ്ലോകമല്ല. അതുകൊണ്ട് ഞാനത് ആ ശ്ലോകം എടുത്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിചാരം ചെയ്യാം. അപ്പോൾ അറിവിൽ പെടാത്ത ഒന്നും ഉള്ളതാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു സംശയം വന്നൂടെ? നമ്മുടെ അറിവിൽ പെടാത്ത ഒരു വസ്തു മറ്റൊരാളുടെ അറിവിലെങ്കിലും അത് പെട്ടിട്ടുണ്ടാവും. നമ്മുടെ അറിവിൽ പെടാത്ത വസ്തു ഇല്ലല്ലോ എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഒരു സംശയം വരാം. നമ്മുടെ അറിവിൽ പെടാത്ത ഒന്നും ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ അറിവിൽ പെടാത്തൊരു വസ്തു മറ്റൊരാളുടെ ആ ദൃക്കിന് ദൃശ്യമായിട്ടിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അറിവല്ലാത്ത ഒരു വസ്തു അറിവല്ലാതെ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ നമ്മുടെ അറിവിൽ പെടാത്തൊരു വസ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തതാ. പക്ഷെ ആ വസ്തു മറ്റൊരുവന്റെ അറിവിൽ മാത്രമേ അത് പ്രകാശിക്കുകയുള്ളൂ. അവിടെയാണ് അറിവിന് മാത്രമേ മറ്റൊന്നിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതാണ്. ഇനി ആരും ആ വസ്തുവിനെ അറിഞ്ഞില്ലെങ്കിൽ ആ സ്രഷ്ടാവ് തന്നെ അതിനകത്ത് ചൈതന്യമായിരിക്കുന്ന ആ സ്രഷ്ടാവ് തന്നെ അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അറിവല്ലാതെ ഒന്നും ഇവിടെ ഇല്ല എന്നർത്ഥം. അറിവിന് നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളത് എങ്ങിരുന്നിടും. അങ്ങനെയല്ലേ ആ സൂത്രം, ആ ശ്ലോകം? അറിവിലിരുന്ന് കിനാവുന്നതില്ലല്ലോ. അറിവേദ പിന്നെ അറിയുന്നങ്ങെന്ന് ഇതെങ്ങിരുന്നിടും. അറിവേതെന്ന് അത് പോയി അത് അങ്ങിരിക്കുന്ന അറിവാണ് ഇങ്ങിരിക്കുന്ന അറിവാണെന്നും പറഞ്ഞിട്ട് ഈ അറിവ് പോയി എവിടെ പോയി അറിയാനാണെന്ന്. കാരണം പൂർണ്ണമായ അറിവ് മാത്രമാണ് ഉള്ളത് എന്നാണ് അവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. അതിലേക്ക് പോകുന്നില്ല. അത് കാരണം അറിവ് കൈകാര്യം ചെയ്യാത്തവരാകുമ്പോൾ അത് ഒട്ടും മനസ്സിലാകാതെ വരും. അത് നമുക്ക് വീണ്ടും എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്താ പറയാല്, നമ്മൾ പറഞ്ഞത് അറിവിൽ പെടാത്ത ഒന്നും ഉള്ളതാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ അറിവിൽ പെടാത്തൊരു വസ്തു മറ്റൊരു ദ്രഷ്ടാവിൻ്റെ അറിവിൽ അത് പെട്ടിട്ടുണ്ടാവും. ഇനി ആരുടെയും ദൃഷ്ടിപ്പെടാത്ത ഒരു ദൃശ്യമാണെങ്കിൽ അത് ഈശ്വരൻ തന്നെ അതിൻ്റെ ഉള്ളിലിരുന്ന് ആ സത്യത്തെ അറിയുന്നുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഈ സൂത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ദൃക്കുള്ളപ്പോൾ മാത്രമാണ് എന്തുള്ളത്? ദൃശ്യമുള്ളത്. രണ്ടും സമാനകാലീന അനുഭവമാണ്. ദൃക്കുണ്ടെങ്കിൽ മാത്രമാണ് ദൃശ്യമുള്ളത്. ആ രണ്ടും പരസ്പരാശ്രയവുമാണ്, സമാനകാലീന അനുഭവമാണ്. സമാനകാലീനം എന്ന് പറയുമ്പോൾ ഒന്ന് കാരണവും മറ്റേത് കാര്യമെന്നല്ല ധരിക്കേണ്ടത്. അപ്പോൾ ഒരേ സമയത്ത് ഒരേ കാലത്ത് ഉണ്ടാകുന്നതാണ്. ഒന്നിൻ്റെ കാരണം ഒന്ന് കാര്യം എന്ന് പറയാൻ പാടില്ല. ഇനി അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും പരസ്പരം കാര്യവും കാരണമാണെന്ന് പറയാമെന്നേ മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് മറ്റൊരു കാരണമാണെന്ന് പറയണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏകമായ സത്യം രണ്ടായി ഭാവം പകരുന്നതാണ് ദൃക്കും ദൃശ്യവും. കാരണം ഇത് മുന്നിലൂടെ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ടാണ് നമുക്കിത് വ്യാഖ്യാനിക്കുമ്പോൾ അതും ഇതും ഒക്കെ ആയിട്ട് നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരുന്നത്. ഇത്രയേ ഉള്ളൂ. കാണുന്നവനും അവൻ്റെ കാഴ്ചയും ഒരേ സമയത്തുള്ളതാണ്. അത് മറ്റൊരു കാരണം നമുക്കതിന് പറയാനില്ല.
പറയുമെങ്കിൽ കാണുന്നവനെയും കാഴ്ചയെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യകാരണമായിട്ട് നമുക്ക് പറയാം എന്നാണ് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ഓരോ നമ്മൾ പറഞ്ഞു ഏകത രണ്ടായിരിക്കുന്നു, ദൃക്കെന്നും ദൃശ്യമെന്നും. ഇനി അത് ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നാം എന്നൊരു ഒറ്റ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അത് ചിന്തിച്ചാൽ ഓരോ വ്യക്തിയും ദൃക്കാണ്, അയാൾ കാണുന്ന ലോകം ദൃശ്യമാണ്. വ്യക്തിപരമായി വ്യഷ്ടിസത്തയിൽ ചിന്തിച്ച ഓരോ വ്യക്തിയും ദൃക്കാണ്, അയാൾ കാണുന്ന ലോകം ദൃശ്യമാണ്. അപ്പോൾ ഈ വ്യക്തിയായും ഈ അയാൾ കാണുന്ന ലോകമായും നിൽക്കുന്നത് ഒരേ സത്യമാണ്. ഒന്നുകൂടെ പറയാം, നാം എന്നൊരു വ്യക്തിയായി നമ്മൾ ആ വ്യക്തിഗതമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നാം കാണുന്ന ഞാൻ ദൃക്കും, ഞാൻ കാണുന്ന വസ്തുക്കൾ ദൃശ്യവുമാണ്. ഇനി കാണുന്ന ഞാനായും കാണുന്ന വസ്തുക്കളായും നിൽക്കുന്നത് ഒരേ ഒരു സത്യം തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ സമഷ്ടിയായി നോക്കിയാലോ, വ്യഷ്ടി എന്ന് പറഞ്ഞാലും സമഷ്ടി എന്ന് പറഞ്ഞാലും വേദാന്തത്തിലെ പദങ്ങളാണ്. വ്യഷ്ടി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഓരോരുത്തരെ പറയുന്നത്. ഇപ്പൊ കാട് എന്ന് പറഞ്ഞ സമഷ്ടിയാണ്, ഒരു കാട്ടിലെ ഒരു വൃക്ഷം എടുത്ത് പറയുന്നത് വ്യഷ്ടിയാണ്. ലോകർ എല്ലാവരും എന്ന് പറയുന്നതിനെ സമഷ്ടി എന്ന് പറയും. അതിലൊരു വ്യക്തിയെ എടുത്ത് പറയണതിന് വ്യഷ്ടി എന്ന് പറയും. അപ്പൊ അങ്ങനെ ആ ടേംസ് പറയുമ്പോൾ ആ വേദാന്തപരമായ ടേംസ് നമുക്ക് മനസ്സിലാകണം. ഇനി സമഷ്ടി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറയുമ്പോൾ സകലതിനെയും അറിയുന്ന ബോധം ദൃക്ക്. സകലതിനെയും അറിയുന്ന ബോധം ദൃക്ക് തന്നിൽ നിന്ന് തന്നെ സൃഷ്ടിക്കുകയും സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രപഞ്ചം ദൃശ്യം. ഒന്നുകൂടി പറഞ്ഞേ, വ്യക്തിഗതമായി നോക്കുമ്പോൾ അറിയുന്ന ഞാൻ ദൃക്കും, ഞാൻ കാണുന്ന വസ്തുക്കൾ ദൃശ്യവും, എനിക്കും ആ ദൃശ്യത്തിനും കാരണമായിരിക്കുന്നത് ഒരേ ഒരു ഈശ്വരനാണ്. ഇനി പ്രപഞ്ചത്തിൽ ആകവേ നമ്മളെടുത്ത് ദൃഗ്ദൃശ്യോഹോ സമാനകാലീനത്വാദ് എന്നുള്ള സൂത്രത്തിലൂടെ പോകുമ്പോൾ ഈ പ്രപഞ്ചത്തിന് നമ്മൾ ആകവേ എടുക്കുമ്പോൾ പറഞ്ഞ എങ്ങനെയാണ് വരുന്നത്? സകലതിനെയും അറിയുന്ന ബോധം ദൃക്കും, ആ ബോധത്തിൽ നിന്ന് തന്നെ സൃഷ്ടിച്ച് ആ സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം ദൃശ്യവുമായി മാറുന്നു. ദൃഗ്ദൃശ്യോഹോ സമാനകാലീനത്വാദ് എന്നുള്ള സൂത്രം. ദൃഗ്ദൃശ്യ അനുഭവം ഒരേ കാലത്ത് ഉണ്ടാകുന്നതാകയാൽ എന്നാണ് സൂത്രാർത്ഥം. അപ്പോൾ ഈ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധാദികളായ 5 വിഷയങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും. ഈ വാക്ക് എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇതല്ലാതെ ഒന്നും ഈ ലോകത്ത് അനുഭവിക്കുന്നില്ല. എല്ലാ പ്രപഞ്ച അനുഭവങ്ങളും ഈ 5 എണ്ണത്തിൽ പെടും. ഈ 5 എണ്ണം അനുഭവിക്കാൻ നമുക്ക് 5 ഇന്ദ്രിയങ്ങളും തന്നിട്ടുണ്ട്. ആ 5 ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ഒരു രാജാവിനെയും തന്നിട്ടുണ്ട്. ആ രാജാവിൻ്റെ ചിന്തയ്ക്കും ഇഷ്ടത്തിനും അനുസരിച്ച് ഈ 5 ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. ഉപകരണങ്ങളാണ് ആ രാജാവിൻ്റെ. അതാരാ രാജാവ്? ആരാ ഉപകരണം? മനസ്സാണ് രാജാവ്. മനസ്സ് വെച്ചേക്കുന്ന 5 ഇന്ദ്രിയങ്ങൾ ആരാ? 5 ഉപകരണങ്ങൾ ഇന്ദ്രിയങ്ങൾ. ഉത്തരം പറഞ്ഞു പോയി. 5 ഉപകരണങ്ങൾ ഇന്ദ്രിയങ്ങളാണ്. ഇല്ല, മനസ്സ് പറയാണ് ഇപ്പൊ ഞാൻ കൈകൊണ്ട് ഇന്ന് അത് എടുക്കണ്ട എന്ന് പറഞ്ഞാൽ എടുക്കില്ല. കാരണം ഈ 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് മനസ്സാണ്. മനസ്സിന് പ്രവർത്തിക്കാനുള്ള ഉപകരണമാണ് ഈ 5 ഇന്ദ്രിയങ്ങൾ. ഇനി ആത്മാവ് മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും, ആത്മാവിന് ഈ ലോകത്ത് വ്യവഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് മനസ്സും ഇന്ദ്രിയങ്ങളും. അങ്ങനെ പഠിക്കണം. ആത്മാവിന് ഈ ലോകത്ത് നമ്മളൊരു ജീവനിലേക്ക് ആത്മാവ് സ്പന്ദിച്ചുയരുമ്പോൾ ആ ആത്മാവിന് പ്രവർത്തിക്കാനുള്ള ഉപകരണമാണ് മനസ്സും ഇന്ദ്രിയങ്ങളും. മനസ്സ് പ്രവർത്തിക്കുന്നത് മനസ്സിന്റെ ഇഷ്ടമനുസരിച്ച് മാത്രമാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ 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 ഓരോന്നും കണക്ട് ചെയ്താ പോയത്. അപ്പോൾ 5 വിഷയങ്ങൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. ശബ്ദത്തിന്റെ ഉപകരണം ഏതാ? ഭൂമി, ആകാശം, ജലം, വായു, അഗ്നി, അല്ലേ? ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചത്തെ അറിയാൻ നമുക്ക് 5 അറിവ് ജീവിയായ നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ തന്നിട്ടുണ്ട്. അതിലൊന്നാണ് ആകാശം. ആകാശത്തെ നമ്മൾ അറിയുന്നത്, ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം. ആ ശബ്ദത്തെ നമ്മൾ അറിയുന്നതാണ് ചെവിയിലൂടെ, അല്ലേ?
അല്ലെ? ഓരോ എലമെന്റിന് അനുസരിച്ചുള്ള ഇന്ദ്രിയങ്ങളാണ് നമ്മളിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണതേ. ആകാശത്തിന്റെ ഗുണം ശബ്ദം, ശബ്ദത്തെ അറിയുന്നത് ചെവിയിലൂടെ. വായുവിന്റെ ഗുണം, വായു എന്ന പഞ്ചഭൂതത്തിന്റെ ഗുണമാണ് ഏത്? ഒക്കെ മറന്നുപോയി. സ്പർശം, അല്ലേ? സ്പർശം. അതിന് വെച്ചിരിക്കുന്ന ഉപകരണമാണ് ത്വക്ക്, സ്കിന്ന്. ഇനി അഗ്നി, മൂന്നാമത്തെ ഭൂതം. നിങ്ങൾ ഓഡിയോ ഓണാക്കല്ലേ കേട്ടോ, ശബ്ദമാവും. അഗ്നി. ആ അഗ്നിയുടെ ഗുണമാണ് എന്ത്? രൂപം, അല്ലേ? രൂപം എടുക്കുക എന്നുള്ളതാണ്, രൂപത്തെ തെളിയിക്ക് കാണിക്കുക എന്നുള്ളതാണ് അഗ്നിയുടെ ഗുണം. ആ അഗ്നിയുടെ രൂപത്തെ തെളിയിച്ച് കാണിക്കാൻ നമുക്കൊരു പൊന്നപ്പനെന്ന് പൊറിവാതിൽ ഒരു 5 മിനിറ്റ് തന്നിട്ടുണ്ട്. അത് ഏത് ഇന്ദ്രിയാണ്, ഏത് ഉപകരണമാണ് ഈ രൂപത്തെ എടുക്കാൻ നമുക്ക് തന്നേക്കുന്നത്? കണ്ണ്, അല്ലേ? അപ്പോൾ അഗ്നേരാപഹ, ജലം. ജലത്തിന്റെ പ്രവർത്തിക്കാനുള്ള ഇന്ദ്രിയം ഏതാണ്? രസനേന്ദ്രിയം, നാക്ക്, അല്ലേ? നാക്ക്. ഇനി അടുത്തതാണ് ഭൂമി. ഭൂമിയുടെ ഗുണമാണ് ഗന്ധം. ഗന്ധം എടുക്കാനുള്ള ഉപകരണമാണ് മൂക്ക്. അപ്പോൾ ഇങ്ങനെ ഈ 6ാമതൊരു വിഷയം ഈ ലോകത്തില്ല. ആകെ 5 അറിവ് ജീവി എന്ന് മനുഷ്യനെ വിളിക്കാൻ കാരണം 5 അറിവുകളെ ഈ ലോകത്താകെയുള്ളൂ. ആ 5 അറിവുകളെയും പ്രവർത്തിക്കുന്ന ഉപകരണം, പ്രവർത്തിപ്പിക്കുന്ന മനസ്സുകൊണ്ട് ചിന്തിച്ചറിയും. മനസ്സ് ചിന്തിക്കുന്ന അനുസരിച്ച് ഈ 5 ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കും എന്നല്ലാതെ ഈ ഇന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും അതിൻ്റെതായ ജഡമാണ്, ശുദ്ധ ജഡമാണ് ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന മനസ്സിന്റെ ഇഷ്ടമനുസരിച്ചാണ്. മനസ്സ് പ്രവർത്തിക്കുന്നത് ആത്മചൈതന്യത്തിന്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ പുറമേ ഈ ഇന്ദ്രിയങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുമ്പോഴേ ഈ ദൃക്കും ദൃശ്യവും സമാനകാലീന അനുഭവം എന്ന് പറയുമ്പോൾ ആ ആത്മചൈതന്യത്തിന്റെ വെളിച്ചമാണ് കണ്ണിലൂടെ ദൃശ്യമായിട്ട് വരുന്നത്. ആത്മചൈതന്യം പ്രകാശിച്ചില്ലെങ്കിൽ ആ ദൃക്കിനോ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാണുന്നവനോ അവന്റെ ഇന്ദ്രിയങ്ങൾക്കോ ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും വലിയ പ്രകാശങ്ങളിൽ വലിയ പ്രകാശത്തിൽ നിന്നാണ് മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രകാശിക്കുന്നത്. ഇതറിഞ്ഞാൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ദൃഗ്ദൃശ്യോഹോ സമാനകാലീനത്വാതെന്നുള്ളത്. നാം കണ്ണുകൊണ്ട് ലോകത്തെ കാണുന്നു എന്ന് വിചാരിക്കുക. വെറുതെ ഒന്ന് ചിന്തിച്ചേ, കണ്ണുകൊണ്ട് ലോകത്തെ കാണുന്നു. അപ്പൊ ദൃക്കാരാ, ദൃശ്യമാരാ? കണ്ണ് ദൃക്ക്, ലോകം ദൃശ്യം. ഇനി മനസ്സിന്റെ, നേരത്തെ പറഞ്ഞ പോലെ മനസ്സിന്റെ ഉപകരണമാണ് കണ്ണ്. അവിടെ എങ്ങനെ നമ്മൾ ദൃക്കും ദൃശ്യവും പറയും? മനസ്സ്, കണ്ണ് ദൃശ്യവും. ഇനി മനസ്സിന്റെ താല്പര്യത്തെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ്. മനസ്സിന്റെ താല്പര്യത്തെ നിയന്ത്രിക്കുന്ന ബുദ്ധിയാണ്. അപ്പോ ഇപ്പൊ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ബുദ്ധി, ദൃക്കും, മനസ്സ്, ദൃശ്യം. ഇനി ബുദ്ധിയെ തെളിയിക്കുന്നത് ആത്മാവാണ്. ദൃശ്യവുമാവും. ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മാവ് തന്നെയാണ്. പറഞ്ഞോ, ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മാവ് തന്നെയാണ്. ഉത്തരം ആർക്ക് പറയാം? അത് നമ്മുടെ സൂത്രത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞേ. സൂത്രത്തിൽ 2 വാക്ക് പറഞ്ഞല്ലോ. വെരി ഗുഡ്. എനിക്ക് ഇന്ന് ക്ലാസ് ഇവിടെ നിർത്തിയാലും മതി. എന്റെ ഭഗവാനെ, ഇതിന് പറയാൻ ഞാൻ ഒത്തിരി, സത്യമായി ഞാൻ ഇന്ന് ഒത്തിരി കഷ്ടപ്പെട്ടു. ഇതെങ്ങനെ ഞാൻ പിന്നീട് എങ്ങനെ ഞാൻ ഇതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതായിരുന്നു വല്ലാത്ത. അവസാനം എങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പോൾ എന്തായാലും അതെ സാറേ, അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്, അല്ലേ? അർക്കനെയും പിന്നെ സൂര്യനെയും ചന്ദ്രനെയും എല്ലാ വെളിച്ചത്തെയും കാണുന്ന കണ്ണ്. ആ കണ്ണിനെ കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മനസ്സിന്റെ നിർദ്ദേശം അനുസരിച്ച് കണ്ണ് പ്രവർത്തിക്കുന്നത്. മനമാകുന്ന കണ്ണ്, ആ മനസ്സിന് കണ്ണായിരിക്കുന്ന പൊരുൾ ആത്മാവാണ്, അല്ലേ? ആ ആത്മാവ് തന്നെയാണ് താനെന്നുറക്കിൽ ആനന്ദമെന്ത് ഹരിനാരായണായ നമഃ, അല്ലേ? അപ്പോൾ കണ്ണിനെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സിനെ പ്രവർത്തിക്കുന്ന ആത്മാവ് തന്നെയാണ് ഞാൻ എന്നതിലേക്കാണ് ഈ ദൃഗ്ദൃശ്യോഹോ
സമാനകാലീനത്വം എന്നുള്ള അനുഭവം നമ്മളെ കൊണ്ടുപോകുന്നത്. എന്തായാലും ഇനി അടുത്തൊരു ഭാഗം വളരെ ക്ലിയർ ആയിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങളും കൂടി ഗുരുവിൻ്റെ കൃതികളുടെ കൂടെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇതുവരെയുള്ള ശ്ലോകങ്ങൾ ഓരോന്നും തീർച്ചയായും നിങ്ങൾ ഉപാസന ചെയ്യണം, അത് ഹൃദിസ്ഥമാക്കണം. ഇത് എനിക്കൊരു ഉറപ്പ് തരണം, എനിക്കൊരു ദക്ഷിണ അതാണ്. നിങ്ങൾ ഈ വേദാന്ത സൂത്രം കൃതി എടുത്തു കഴിയുമ്പോൾ ഇതിലിരിക്കുന്ന ഓരോരുത്തരും അത് മനഃപ്പാഠമാക്കിയിരിക്കണം. അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഇനി ഏറ്റവും വലിയൊരു അപേക്ഷയാണത്, അത് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീനാരായണ ഗുരുർപ്പണമസ്തു. ഗുരു ഓം തത്സത്.